ഹോർമുസ് കടലിടുക്കിന് സമീപം ചരക്കു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന മാൾട്ടീസ് പതാക വഹിച്ച സഫീൻ പ്രസ്റ്റീജ് കണ്ടെയ്നർ ഷിപ്പിന് നേരെയാണ് ബുധനാഴ്ച 2 മിസൈൽ ആക്രമണം നടന്നത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. കപ്പലിൽ നിന്നുള്ള അപായ സന്ദേശം ലഭിച്ചയുടനെ ഒമാൻ റോയൽ നേവി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. കപ്പലിലെ ജീവനക്കാർക്കാവശ്യമായ പ്രാഥമിക ചികിത്സകൾ നൽകി. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ലെന്നും എല്ലാവരും ആരോഗ്യവാന്മാരാണെന്നും അധികൃതർ അറിയിച്ചു. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് എണ്ണക്കപ്പലുകൾക്കു നേരെയും ആക്രമണം നടന്നിരുന്നു. ഞായറാഴ്ച ഒമാനിലെ കസബ് തീരത്തു നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ പലാവു പതാകയുമായി സഞ്ചരിച്ച സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച മസ്കത്ത് തീരത്തു നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ മാർഷൽ ഐലൻഡ് പതാക വഹിച്ചിരുന്ന MKD വ്യോം എന്ന എണ്ണക്കപ്പലിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഈ 2 ആക്രമണങ്ങളിലുമായി 3 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സ്ഥിരീകരിച്ചിരുന്നു. ഒമാനിൽ ബുധനാഴ്ച ആക്രമണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗൾഫ് മാധ്യമം, മസ്കത്ത്.